ദേശീയപാത അടുത്ത വർഷം അവസാനം തുറന്നുകൊടുക്കും. PWD റോഡുകൾക്കും പാലങ്ങൾക്കും 3061 കോടി. തിരുവനന്തപുരത്ത് AI നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വർധനവ് വരുത്താതെയും സംസ്ഥാന ബജറ്റ്. കിഫ്ബി റോഡുകളിൽ നിന്ന് ചുങ്കം പിരിക്കും എന്ന സൂചന നൽകുന്ന ബജറ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉള്ളത്. പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് ബജറ്റ് അവകാശപ്പെടുന്നത്. ക്ഷേമ പെൻഷനിൽ വർധനവില്ല. 3 മാസത്തെ കുടിശ്ശിക ഉടൻ തന്നെ കൊടുത്തു തീർക്കും എന്നാണ് ബജറ്റ് പ്രഖ്യാപനം. ബജറ്റിനെ കുറിച്ച് ഇനിയുള്ള 1 മണിക്കൂർ പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൊയ്തീൻ കുഞ്ഞ് എന്ന പ്രേക്ഷകൻ ആണ് ആദ്യമേ ചേരുന്നത്. കായംകുളത്ത് നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ ഈ ബജറ്റ് ശ്രദ്ധിച്ചിരുന്നോ? ബജറ്റ് എങ്ങനെയുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ? കൊള്ളാം, നല്ലൊരു ബഡ്ജറ്റ് ആയിരുന്നു. കാരണം 2 മണിക്കൂർ 33 മിനിറ്റ് ഒരേ നിലയിൽ നിന്ന് ബില്ലും എടുക്കാതെ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ്. നമ്മുടെ ഞാൻ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ബീഹാർ ബഡ്ജറ്റാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മുന്നോടിയായിട്ട് നടത്തിയ ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മുടെ ധനവകുപ്പ് പ്രഖ്യാപിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1ാം സമ്മാനം കൊല്ലം ജില്ലയ്ക്കും 2ാം സമ്മാനം കണ്ണൂർ ജില്ലയ്ക്കുമാണ് അടിച്ചേക്കുന്നത്. ലോട്ടറി. അതെ. അതുപോലെ തന്നെ ഈ ഹൈദരാബാദിലെ കേരള ഹൗസ് നിർമ്മിക്കുന്നതിന് സാധ്യത 5 കോടി. അപ്പൊ ഇനി കേരള ഹൗസ് നിർമ്മിച്ചു കഴിയുന്നുണ്ട്. അവിടത്തേക്ക് ഏതാണ്ട് 1 മാസം 1 കോടി രൂപ വീതം അവിടത്തേക്ക് വേണ്ടി വരും ചെലവ്. അതായത് ഈ ഡൽഹിയിലെ പ്രത്യേക ഉദ്യോഗസ്ഥനെ പോലെയൊക്കെ ആരെങ്കിലും ഒക്കെ നിയമിക്കുമോ എന്നുള്ളൊരു സംശയമാണോ മൊയ്തീൻകുട്ടി പറയുന്നത്? നിയമിക്കണമല്ലോ. അല്ല, ഡൽഹി നമ്മുടെ തലസ്ഥാനം കൂടി ആയതുകൊണ്ടായിരിക്കും. മറ്റ് കേരള ഹൗസുകളിൽ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അല്ല, ഇവിടെ പിന്നെ എന്തിനാ ഈ കേരള ഹൗസ് നിർമ്മിക്കുന്നത്? അതിൽ മലയാളികളായ ആളുകൾക്ക് ഇപ്പൊ നോർക്ക റൂട്ട്സിന്റെ ഒക്കെ ഓഫീസ് ഉണ്ടാവാം. അവർക്കൊരു പ്രശ്നം വന്നാലൊക്കെ അങ്ങനെ ആളുകൾക്ക് ബന്ധപ്പെടാനൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള അത് നല്ലതല്ലേ മൊയ്തീൻ കുഞ്ഞ്? എന്റെ കാഴ്ചപ്പാടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാശ് കളയുക. അതുപോലെ തന്നെ ഈ പ്രവാസി മലയാളികൾക്ക് വേണ്ടി എന്ത് ബഡ്ജറ്റ് വെച്ച് അവരല്ലേ കേരളത്തെ സംരക്ഷിച്ച് നിർത്തി പോകുന്നത്. ശരി, എന്തായാലും അപ്പൊ തുടക്കത്തിലൊന്ന് ട്രോൾ ചെയ്താണല്ലേ മൊയ്തീൻ കുഞ്ഞ്? കൊള്ളാം, നല്ലത് എന്ന്. അതെ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ധനകാര്യ മന്ത്രി ഒരു ഉപകാരം കൂടെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. എന്താ? കേരളം വിറ്റാൽ ഈ കേരളത്തിന്റെ കടം തീരുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരി, അപ്പൊ വാങ്ങുന്നവൻ പറയുന്നതനുസരിച്ച് നമുക്കൊക്കെ ജീവിക്കേണ്ടി വരില്ലേ ശ്രീ മൊയ്തീൻ കുഞ്ഞ്? നമ്മൾ മറ്റേ എങ്ങോട്ടെങ്കിലും മാറിയാൽ പോരെ? അതൊരു സാധ്യത. എന്തായാലും കൊള്ളാം, വളരെ നല്ല അഭിപ്രായങ്ങളാണ് മൊയ്തീൻ കുഞ്ഞ് പറഞ്ഞത്. ഇപ്പോൾ ബിനോയ് എന്നൊരു പ്രേക്ഷകനുണ്ട്. ബിനോയ്, താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ എറണാകുളം അല്ലേ? അതെ. എങ്ങനെയുണ്ട് ബജറ്റ്? വേറൊന്നല്ല, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ അടുത്ത മഴയ്ക്ക് മുമ്പ് നിങ്ങൾ പോലും ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴതുണ്ട്. കഴിഞ്ഞ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ എല്ലാ നദികളിലെയും മണല് വാരി മണ്ണുകൾ നീക്കി അത് നമ്മൾ ഉപയോഗപ്രദമായ രീതിയിൽ എടുക്കുന്നു. പക്ഷെ ഇതുവരെ വാരിയിട്ടുമില്ല, അത് തുടങ്ങിയിട്ടുമില്ല. അതെന്താണ് ഓർത്തിരിക്കാൻ കാരണം എന്താണ്? ഈ മണൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത്, കാരണം ഈ പറയുന്നതെല്ലാം വെറുതെ നമ്മൾ ഇവരെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടൊക്കെ ഇവര് പറയുന്നത് വെറും വൃദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും. അത് ചെയ്തിട്ട് പോലെ പറയാൻ നമുക്ക് കഴിയുന്നത് ചെയ്യാവുന്നത് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറയുന്നത്? അതുപോലെ തന്നെ ഇതുവരെ ആ മണ്ണും മാറിയിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അടുത്ത വെള്ളപ്പൊക്കത്തിന് അത് കാരണമാകാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന വെള്ളപ്പൊക്കം ഉണ്ടാവും ദൈവത്തിന് മാത്രം അറിയാം. 2018 ഉദയംപേരൂരൊക്കെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ വന്നായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ക്ഷേമ പെൻഷൻ ഇവർ കൊടുക്കുന്നുണ്ട് 1600 രൂപ. ഇവര് ഈ കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇതെന്തിനാണ് കൂട്ടുന്നത്? ഞാനത്
കുറ്റോട് പറയുന്നില്ല. ഇതിനകത്ത് ഭൂരിഭാഗം പേര് ഇത് മേടിച്ചുകൊണ്ട് വെള്ളമടിക്കുകയാണ്. ഇത് പറയുന്നതിൽ തെറ്റുണ്ടോ? ഞാനിത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഭൂരിഭാഗം മേടിച്ചത് ഇത് റിവേഴ്സ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുക. ഇതൊക്കെ കുറച്ചുപേരെ കളയണം. പക്ഷേ നമ്മുടെ നാട്ടില് താങ്കൾ പറഞ്ഞത് ഒരു പരിധിവരെയൊക്കെ ശരിയായിരിക്കാം, അങ്ങനെ മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ പലരുടെയും കുടുംബങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ. ഈ സ്ത്രീകൾ എത്രയോ ആളുകൾ ഇത് വാങ്ങുന്നുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങുന്നതിനോ ഞാൻ പറയുന്നത് അത് കട്ടിയാണെന്നല്ല പറയാം. ഇതിന് ഇനിയും ചൂസ് ചെയ്ത് കുറെ പേരെ കളയാനുണ്ട്. ഇവര് കുറച്ചുപേര് ഗവൺമെന്റ് ജോലിക്കാരൊക്കെ വാങ്ങിച്ച് അവരെന്താ ചെയ്തവര് ഡിസ്മിസ് ചെയ്തവരെ. അവരാരും ഡിസ്മിസ് ചെയ്തു ഇതൊരു ചെയ്തിട്ടില്ല. അവരെ എന്തുകൊണ്ടാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത്? അന്ന് അവന് ക്ഷേമ പെൻഷൻ കൊടുത്ത് അവന് ഡിസ്മിസ് ചെയ്യും. അവൻ അതുകൊണ്ട് ജീവിക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഈ ഉടുക്ക് വിദ്യകളൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക. എന്റെ അഭിപ്രായം ബഡ്ജറ്റ് തന്നെ എന്തിനാ അവതരിപ്പിക്കും? ഉള്ള ലോകത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അവരുടെ പ്രൊജക്ട് മുന്നോട്ട് വെക്കണം. അത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ എന്തെല്ലാം നടപ്പിലാക്കുന്നു എന്ന സംശയമൊക്കെ ഉണ്ട്. പക്ഷേ ബഡ്ജറ്റ് നമ്മുടെ കാര്യം ഇവിടെ വരും തലമുറയിലൊക്കെ നമ്മുടെ കടങ്ങൾ വന്ന് കൂടുകയല്ലേ. എന്തോരം കടങ്ങളാണ്. KSRTC തന്നെ ആലോചിച്ച് നോക്കിയേ. ഇത്രയും നല്ല സംവിധാനം ഈ കേരളത്തിൽ, ഈ ചെറിയൊരു സംസ്ഥാനത്ത് ഇത്രയും നല്ല KSRTC ഓടിച്ചിട്ട് അത് ലാഭം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും അർത്ഥമുള്ള അല്ല. അത് ബിനോയ്, എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അല്ല. ഒരു കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ കെടുകാര്യസ്ഥിതിയുടെ ഇരകളാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ KSRTCയിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ പഴയ ബാധ്യത അത് വലിയ തോതിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ബിനോയ് പ്രതികരിച്ചത്. ഇപ്പോൾ ഇതയം മുരളി ആണ് ഉള്ളത്. ശ്രീ മുരളി, താങ്കൾ പൊതുവേദിയിലടക്കം സ്ഥിരമായി വിളിക്കുന്ന പ്രേക്ഷകരിൽ ഒരാൾ ആണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ബജറ്റിന് എത്ര മാർക്ക് കൊടുക്കാം? നമസ്കാരം. നമസ്കാരം, പറയൂ. സാറേ, ഈ ബഡ്ജറ്റിനെ നമ്മൾ ഒന്ന് ചുരുക്കി പറഞ്ഞാ ഇറ്റ് ഈസ് എ ബഡ്ജറ്റ് വിത്തൗട്ട് മണി എന്ന് പറയാം. കാര്യം പണമില്ലാത്തൊരു ബഡ്ജറ്റ്. വായന, ആ ബഡ്ജറ്റ് ഒരു യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ അറിയാം, ആ മന്ത്രി വായിച്ചങ്ങ് പോവുകയാണ്. ആ വായന തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വായനയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ടല്ലോ ശ്രീ മുരളി, അതിനെ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും. മാത്രമല്ല ഈ ബജറ്റ് ഇങ്ങനെ വായിക്കുന്നു എന്നത് ശരിയാണ് മുരളി. പക്ഷേ ബജറ്റ് വായിക്കുന്നതിൻ്റെ ആലങ്കാരം, ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ ഈ തോമസ് ഐസക്കൊക്കെ ചില ക്ലാസിക് വചനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ചൊക്കെ നല്ല ആലങ്കാരികമായി, അല്ലെങ്കിൽ നേരത്തെ KM മാണിയൊക്കെ അങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു. പക്ഷേ ബജറ്റ് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ലല്ലോ, അതിൻ്റെ കണ്ടന്റ് അല്ലേ പ്രധാനം. ഞാൻ അതിനെ കൂടുതൽ അതിൽ സമയം കളയുന്നില്ല. മറ്റൊരു കാര്യം മന്ത്രി പറഞ്ഞത്, താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം 5% വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവസ ശമ്പളക്കാർക്ക്, താൽക്കാലിക ജീവനക്കാർക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഫലത്തിൽ അവർക്ക് കിട്ടത്തില്ല. അതെങ്ങനെയാണെന്ന് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, ഈ താൽക്കാലിക ജീവനക്കാർക്ക് അതിന്റെ മേലുദ്യോഗസ്ഥൻ, അതായത് ഇപ്പൊ വനം വകുപ്പിലെ ഫോറസ്റ്റ് ഓഫീസർ, താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളം ബില്ല് എഴുതുമ്പോ 30 ദിവസത്തെ ശമ്പളം ബില്ല് എഴുതത്തില്ല അവര്. ഒരു 20 ദിവസം അല്ലെ 25 ദിവസം അങ്ങനെ എഴുതുമ്പോ ഈ ശമ്പളം കൂട്ടിയതിന് ഫലത്തിൽ യാതൊരു പ്രയോജനവുമില്ല. 25 ദിവസം 5% വർധനവ് ലഭിക്കില്ലേ? 25 ദിവസത്തെ ശമ്പളം, അതായത് 100 രൂപയാണ് ശമ്പളം എന്ന് കരുതുക. 25 ദിവസം ലഭിക്കുന്ന 100 രൂപ വീതം, അത് 105 രൂപ എന്ന നിലയിലേക്ക് ഓരോ ദിവസവും വർദ്ധിക്കില്ലേ? അങ്ങനെ ശമ്പളം കൂട്ടിയെങ്കിലും സാറെ ദിവസം ഈ ഉദ്യോഗസ്ഥന്മാര് ദിവസം കുറയ്ക്കുന്നേ. ശരി ശരി. അങ്ങനെ ശമ്പളം കൂട്ടിയത് ഫലത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ ആ 30 ദിവസത്തെ ആദ്യം ഫോറസ്റ്റ് ഓഫീസർ ഇട്ട് കൊടുക്കണം. ഇട്ട് ബില്ല് SCFന് കൊടുത്തെങ്കിലേ ശമ്പളം അവർക്ക് കിട്ടും. ശരി. അപ്പൊ അതൊരു കാര്യം. പിന്നെ ഭൂനികുതി 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞാൻ 250 രൂപയും കൊണ്ട് കര കൊടുക്കാൻ പോകേണ്ട വില്ലേജ് ഓഫീസിൽ ഇനി അത് 500 രൂപയൊക്കെ പോകണം. ഞാനും സാറും ഒക്കെ പോകേണ്ടത്. 250 ആണെങ്കിൽ 500 വേണ്ട, 125 രൂപ കൂടി എക്സ്ട്രാ കരുതിയാൽ മതി. അത് 500 ആവില്ല, 50% അല്ലേ ശ്രീ മുരളി? അല്ല, 50% എന്ന് പറയുമ്പോ ഏകദേശം പറഞ്ഞനുസരിച്ച് ഇരട്ടിയായില്ലേ. 250 രൂപ കൊടുക്കുന്ന ഒരാൾക്ക് 125 രൂപ കൂടിയാണ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. അത് ശരിയാണ്, അത് 50% ടെക്നിക്കലി വർധനവ്. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി. ആ സ്ഥാനത്ത് കർഷകർക്കോ സാധാരണക്കാർക്കോ ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഒന്നുമില്ല. മാത്രമല്ല ക്ഷേമ പെൻഷൻ വരെ കുടിശ്ശികയായി കിടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞെങ്കിലും അത് ഇലക്ഷന്റെ തൊട്ട് അടുത്തുള്ള മാസങ്ങളിലേക്ക് വെച്ചിരിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കാനായിട്ട്.
ഈ ഏത് ഇലക്ഷനാ ഉദ്ദേശിച്ചത്? തദ്ദേശ തെരഞ്ഞെടുപ്പാണോ അതെയോ അസംബ്ലി വരുന്ന അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ്? നിയമസഭ. റൈറ്റ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള മാസങ്ങളിൽ ഈ എന്തെങ്കിലും അവർക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിയതായിട്ടൊരു പ്രഖ്യാപനം അവർക്ക് കൊടുക്കാൻ കാശില്ല. ഈ സർക്കാരിന് കൊടുക്കാൻ കാശില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. റൈറ്റ്, വ്യക്തമാണ് ശ്രീ മുരളി. വളരെയധികം നന്ദി. ഇപ്പോൾ നസീർ എന്നൊരു പ്രേക്ഷകനുണ്ട് എറണാകുളത്ത് നിന്ന്. നസീർ, എറണാകുളം വ്യാവസായിക തലസ്ഥാനം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ നഗരപ്രദേശത്താണോ നസീർ ഉള്ളത്? എവിടെയാ എറണാകുളത്ത്? എവിടെയാണ് സ്ഥലം? അപ്പോൾ അത് വ്യവസായ മേഖലയാണല്ലോ അല്ലെ? അതെ അതെ. എങ്ങനെയുണ്ട് വ്യവസായ മേഖലയൊക്കെ കൂടുതൽ മെച്ചപ്പെടുമോ? എന്താ തോന്നുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടോർ മേഖലയിലുള്ള ഒരുപാട് വാഹനങ്ങൾക്കൊക്കെ ടാക്സ് 50% ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 15 വർഷം ഉപയോഗിച്ചാൽ അതിനുശേഷമുള്ള നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായിക്കോട്ടെ. പക്ഷെ അതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 5-8 മാസമായിട്ട് വാഹനം രജിസ്റ്റർ ചെയ്യുന്ന RC ബുക്കുകളൊന്നും ആളുകൾക്ക് കിട്ടുന്നില്ല. അത് ഡിജിറ്റലൈസ് ചെയ്യാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. ഡിജിറ്റലൈസ് ആയിക്കോട്ടെ. ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴും ഇപ്പോഴും ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ലൈസൻസ് കിട്ടുന്നില്ല. ഇല്ല, ലൈസൻസ് ഇപ്പൊ ഡിജിറ്റലൈസേഷൻ ആക്കി. ശരി. അതുപോലെ തന്നെയാണ് RTO ഓഫീസ് ഇപ്പോൾ 1 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രവേശനമില്ലാതെ അടച്ചിടുന്ന ഒരു പ്രക്രിയ. ഈ ജനങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യത്തിലുള്ള നികുതി ഇതെല്ലാം വാങ്ങിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു ആവശ്യത്തിന് അവിടെ ചെല്ലാൻ പാടില്ല, 1 മണിക്ക് ശേഷം അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നമ്മുടെ നികുതി വാങ്ങിച്ചിട്ട് നമ്മുടെ നികുതി വെച്ചിട്ട് ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റണില്ല, അത് അടച്ചിടുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത്. തീർച്ചയായും. നസീർ ഈ മേഖലയിലാണോ ജോലി ചെയ്യുന്നത്? അതെ, ഞാൻ ഈ മോട്ടോർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക്. ഡ്രൈവിംഗ് സ്കൂളാണോ? ഡ്രൈവിംഗ് സ്കൂളൊന്നുമില്ല എനിക്ക്. പക്ഷെ ഞാൻ എനിക്കിപ്പോ ഞാൻ തന്നെ എന്റെ 2-3 ബുക്ക് കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല. ശരി. അത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. നികുതി വർദ്ധിപ്പിച്ചാൽ പോരാ, അതിനനുസരിച്ചുള്ള സേവനം കൂടി വേണം. തീർച്ചയായിട്ടും വേണം. ഇപ്പൊ നമ്മുടെ ഒരു RC ബുക്കിന് 200 രൂപ വെച്ച് ഇവര് വാങ്ങിക്കുന്നുണ്ട് ഓരോ സേവനത്തിനും. ശരി. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് RC ബുക്ക് കിട്ടുന്നില്ലാത്തൊരവസ്ഥയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നികുതി മാത്രം ഇങ്ങനെ വർദ്ധിപ്പിച്ചു പോകുന്നുള്ളൂ. ശരി. എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായമാണ് നസീറിനുള്ളത്. ചേർത്തലയിൽ നിന്ന് വർഗീസ് ചേരുന്നുണ്ട്. വർഗീസ്, ഈ ചേർത്തല ഉൾപ്പെടെയൊക്കെയുള്ള പ്രദേശങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആനുകൂല്യങ്ങളോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മൊത്തം കൊല്ലത്തിനും കണ്ണൂരിനും എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പ്രാദേശിക വികസനത്തെ കുറിച്ച് പറയാനല്ല, എനിക്ക് ഇതിനകത്ത് പുതിയതായി ഈ വർഷവും ഈ ശുദ്ധ മിഷൻ എന്നൊരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തില്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണല്ലോ. ഞാനൊരു 15-20 വർഷത്തോളം അവരെ കുറിച്ച് പഠിച്ചതിന് ഒരു കാര്യം മനസ്സിലായതേ, അവര് ചെയ്യുന്ന ഒരു കാര്യവും ഇന്നേ വരെ 1% പോലും ഇല്ല. അവർ ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ കമ്പനി ആളുകളെല്ലാം കൊണ്ട് സാങ്ഷൻ കൊടുക്കുന്നു, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഗവൺമെന്റുകളും നടപ്പിലാക്കുന്നു. ഇവര് ചെയ്യുന്ന ഒരു കാര്യവും എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഞാൻ ജൈവവള നിർമ്മാണവും മാലിന്യ സംസ്കരണവുമായിട്ട് ഒരു 10-30 വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ ഇവർ ഈ ശുദ്ധ മിഷൻ എന്നൊരു സ്ഥാപനം ഒരു വർഷം പാഴാക്കി കളയുന്നത് 500 കോടി രൂപയാണ്. 500 കോടിക്ക് മേലാണ്. ഏത് നിലയിൽ എങ്ങനെ പാഴാക്കുന്നു എന്നാണ് വർഗീസ് പറയുന്നത്? ഇവർ ഈ സാങ്ഷൻ നടപ്പിലാകുന്ന അതായത് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു കാര്യവും ഇന്നേ വരെ വിജയിച്ചിട്ടില്ല, ഇന്നേ വരെ. അതേസമയം അവർക്ക് വേണ്ടി 500 കോടിക്ക് മേൽ തുക നമ്മുടെ ഖജനാവിൽ നിന്ന് ഇവര് ചെലവാക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, അതിന് ഞാൻ ഈ നവകേരള പണം അങ്ങോട്ടേക്ക് നൽകുന്നുമുണ്ട്. എങ്ങോട്ട്? അതായത് ഈ ടൗൺ ഏരിയയിലൊക്കെ നമ്മുടെ വേസ്റ്റ് എടുത്തുകൊണ്ടു പോകുമ്പോ ഹരിതകർമ്മസേന തുക ഈടാക്കുന്നുണ്ടല്ലോ. ഇത് പ്രോസസിംഗ് ഒന്നും ഞാൻ പറയാം. താങ്കൾ പറയുന്ന പുതിയ കാര്യം ഞാൻ പറയുന്ന ഇവര് ത്രിതല പഞ്ചായത്തുകൾ കോർപ്പറേഷനുകളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി. അപ്പോൾ അതിനൊരു ഊന്നലും ഈ ബജറ്റ് നൽകിയുമില്ല അല്ലെ? അതല്ല, അതിന്റെ ഞാൻ നവകേരള സദസ്സിലൊക്കെ വലിയ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിക്കും രാജേഷിനും ഒക്കെ നിവേദനം നേരിട്ടുകൊണ്ടേ കൊടുത്തു. ഒരു അന്വേഷണം പോലും ഉണ്ടായില്ല. പക്ഷെ ഇവർക്ക് വീണ്ടും ഫണ്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വിഷയമാണ്, അത് വളരെ മോശമാണ്. വിഷയം 2 രണ്ടാമത് പറഞ്ഞോട്ടെ, പറയൂ, പെട്ടെന്ന് പറയൂ. ഈ ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവൻ മേടിക്കുന്നതാണ് 1600 ആയാലും അതൊന്ന് കൂട്ടിയാ 2000 ആയാലും എന്റെ അഭിപ്രായത്തിൽ 3000 കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാ പാവപ്പെട്ടവന്. അത് കൊടുക്കുന്നുമില്ല, സമയത്ത് അവർക്കാർക്കും കിട്ടുന്നുമില്ല. ശരി.
ഞാൻ ഉൾപ്പെടെ. അതേസമയം നമ്മുടെ ജഡ്ജിമാർക്കും ജനപ്രതികൾക്കും മുൻകിട ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് 1-ാം തീയതി അക്കൗണ്ടിൽ പണം വരുന്നുണ്ട്. വലിയ തുക, ചെറിയ തുകയൊന്നും അല്ലേ, ലക്ഷവും അതിനുമേലും ഒക്കെ. അല്ല, ജഡ്ജിമാർക്ക് അതിനൊക്കെയുള്ള അധ്വാനവും ഉണ്ട്. അപ്പൊ ഈ രാവിലെ 8 മണിക്കൂർ പണിയെടുക്കണ വെയിൽ കൊള്ളുന്നവനൊരു അധ്വാനത്തെ ഞാൻ മോശമായി കാണുകയല്ല ചെയ്തത്. ആയിക്കോട്ടെ, അവർക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് അവർ പഠിച്ചിട്ട് അവർ ഏത് മുറിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. പാവപ്പെട്ടവൻ വെയിലത്ത് കൊണ്ട് ഇതാണ് വിഷമം കയറി, നാടൻ ഭാഷ പറഞ്ഞ കലപ്പ് കയറി പണിയെടുക്കുന്നു. എന്തായാലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. വളരെ നന്ദി. ഈ രണ്ട് കാര്യം, പെൻഷന്റെ കാര്യത്തിലും ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും വേറെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ബിന്ദു ഉണ്ട്. ബിന്ദു ഒരു വനിത ഇപ്പോഴാണ് വിളിക്കുന്നത്. ഈ ഒരു സ്ത്രീ സൗഹൃദമാണോ? സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ബിന്ദുവിന്റെ ശ്രദ്ധയിൽ? ബിന്ദു ടെലിവിഷൻ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുന്നു. ടെലിവിഷന്റെ ശബ്ദം കുറച്ച ശേഷം ഫോണിൽ ശ്രദ്ധിക്കുക. സാറേ, എനിക്ക് പറയാനുള്ളത് ഈ ലൈഫ് മിഷന്റെ വീടുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ ഉള്ള തീരുമാനമുണ്ടോ? അതായത് ബിന്ദു അങ്ങനെ ഒരു വീടും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണോ? ആണ്. എവിടെയാണ്? പത്തനംതിട്ടയിലല്ലേ? എന്റെ സ്ഥലം ചാലക്കുടിയാ. ഞാൻ ഇപ്പൊ താമസിക്കുന്ന പത്തനംതിട്ടയില് വാടകയ്ക്ക. സ്വന്തമായി സ്ഥലമില്ല? ഇല്ല. അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്താ അവര് പറഞ്ഞത് അധികൃതര്? അപ്പൊ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്, അതെന്തോന്നും തീരുമാനമായിട്ടില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും 2 പിള്ളേരും. ഓക്കെ, എന്തായാലും ഹസ്ബൻഡും 2 മക്കളും, അവർക്ക് സ്വന്തമായൊരു വീടില്ല. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ബിന്ദു പറഞ്ഞത്. തീർച്ചയായും അധികൃതർ അത് ശ്രദ്ധിക്കട്ടെ ബിന്ദു, സാധ്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പേയാട് നിന്ന് ചന്ദ്രൻ നായർ ഉണ്ട്. ചന്ദ്രൻ നായർ, താങ്കൾ ഈ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വലിയ നികുതി ഭാരമൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ ബജറ്റ്? സാർ, നികുതി ഭാരങ്ങളൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് സാർ പറയല്ലേ. 50% ഭൂനികുതിയിലെ കൂട്ടിയിട്ടുണ്ട്. ഭൂനികുതി. അത് കൂടാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇളവ് വരുത്തിയിട്ടുണ്ടോ? അതായത് പെട്രോളിന്റെ നികുതിയിൽ നിന്ന് ഒരു 5% ഇളവ് വരുത്തിയിരുന്നെങ്കിൽ അതൊരു ആശ്വാസം എന്ന് പറയാം. ഈ ബഡ്ജറ്റ് ഒരു ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല സാർ. പ്രധാനമായിട്ട് വന്യജീവികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സംഗതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ സാർ? തുക മാറ്റിവെച്ചിട്ടുണ്ട്. തുക അത് എത്രത്തോളം പ്രാവർത്തികമാകാൻ പറ്റുന്ന ഒരു തുകയാണെന്ന് എന്നതിൽ എനിക്കും സംശയമുണ്ട്. സാറേ, അതായത് വർഷാവർഷം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു തുക ചെലവാക്കിയിട്ട് കിടങ്ങ് നിർമ്മിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. അതൊന്നും ചെയ്യുന്നില്ല. ഇത് ഈ പൈസയൊക്കെ എവിടെ ഏതായാലും സാറേ, സാധാ ജനങ്ങൾക്ക് പ്രയോജനകരമില്ല എന്ന് തന്നെയാണ് ഒരു വൃദ്ധനായ എന്റെ നിഗമനം. വൃദ്ധർക്ക് കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് ധനമന്ത്രി പറഞ്ഞതേ, ഈ പ്രായമായ പലരുമാണ് ബിസിനസ് രംഗത്ത് ശോഭിക്കുന്നത്. അവർ പ്രായമായതിനു ശേഷമാണ് ഈ ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവിടങ്ങളിൽ ഈ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, വ്യായാമമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില സ്കീമൊക്കെ ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? സാർ, എന്തായാലും അത് പ്രാവർത്തികമായി വരട്ടെ സാർ. സാറിന്റെ നിഗമനം നന്നായി വരട്ടെ. എന്റെ നിഗമനമല്ല, മന്ത്രി പറഞ്ഞതാണ് നിഗമനം. ശരി, വളരെ വളരെ നന്ദി. എന്തായാലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. നമുക്ക് മറ്റു പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. ഭവന വാഹന പേഴ്സണൽ ലോണുകളുടെ പലിശ കുറയും. റിപ്പോ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്ക്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് 5 വർഷത്തിന് ശേഷം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷവാർത്ത. സാമ്പത്തിക ഞെരുക്കം കടന്നെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാനേറെ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ. ഡി എ കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു.
ഭൂനികുതി 50% കൂട്ടി. 20 വർഷത്തിന് ശേഷം കോടതി ഫീസുകളും വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും നികുതി കൂടും. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറച്ചു. വയനാട് ചൂരൽമല പുനരധിവാസത്തിന് 700 കോടി. ടൂറിസം മേഖലയ്ക്ക് വമ്പൻ പദ്ധതികൾ. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിൽ ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാൻ കെ ഹോം. ആരോഗ്യ ടൂറിസം ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് ഇപ്പോൾ ജെറി എന്ന പ്രേക്ഷകൻ ആണ് തിരുവല്ലയിൽ നിന്ന് ചേരുന്നത്. ജെറി, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ബജറ്റ് എങ്ങനെയുണ്ട്? വലിയ നികുതികൾ, അതായത് ഈ ഭൂനികുതി, കോർട്ട് ഫീ, അങ്ങനെയൊക്കെയുള്ള നികുതി, അതുപോലെ 15 വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങളുടെ നികുതി, ഇതൊക്കെയാണ് പ്രധാനമായും വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവിൽ ആളുകൾക്ക് അങ്ങനെ നേരിട്ട് ബാധിക്കുന്ന വലിയ നികുതി ഭാരങ്ങളില്ല എന്ന് തോന്നുന്നു. താങ്കളുടെ നിഗമനം എന്താണ്? സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. കാരണം സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് പറഞ്ഞ് ബജറ്റ് ആരംഭിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ 2500 രൂപ കൂട്ടുമെന്നാണ് ഇവർ ഈ ഗവൺമെന്റ് ആദ്യം തൊട്ടേ പറഞ്ഞത്. പക്ഷെ ഇന്നൊരു 100 രൂപ പോയിട്ട് ഒരു 200 രൂപയെങ്കിലും കൂട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് 1 രൂപ പോലും ക്ഷേമ പെൻഷൻ കൂട്ടാഞ്ഞത് വളരെ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വളരെ വേദനാജനകമാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ ഇവരിന്ന് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ബജറ്റ് അവന് ഒരു നിലയിലും പ്രയോജനം ചെയ്യത്തില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഭൂനികുതിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് 50% വർധനവ് കൊണ്ടുവന്നിരിക്കുകയാണ്. കൃഷിയിൽ എന്ത് കിട്ടുന്നുണ്ട് ഇപ്പൊ നാട്ടില്? കൃഷിയിൽ ഒന്നും ലഭിക്കുന്നില്ല. ഈ കൃഷിയിൽ ഒന്നും ലഭിക്കാത്ത ഒരു കർഷകൻ ഈ എങ്ങനെ പിന്നെയും ഈ 50% ഈ നികുതി വർധനവ് അടയ്ക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 15%, 20%, അല്ല 8%, 10% ഒക്കെ കൂട്ടുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താലോചിച്ചുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുകയാണ്, അവർക്ക് വീണ്ടും നികുതി ഭാരമാണെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും സാറേ, കാരണം പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണമല്ലോ. ലോകം മുഴുവൻ, അമേരിക്ക നോക്ക, അല്ലെങ്കിൽ നമ്മൾ ഈ ഇന്ത്യയിൽ കേന്ദ്രം നോക്ക, എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിക്കിലേക്ക് മാറുന്നവന് ഇരട്ടി നികുതി കൂട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനെ പിടിച്ചുലയ്ക്കുന്നതാണ്. അതാണ് ജെറിയുടെ അഭിപ്രായം. ബജറ്റിന് അത്ര മികച്ച പ്രതികരണമല്ല ജെറി നൽകുന്നത്. മുഹമ്മദ് സലീം ഉണ്ട് മലപ്പുറത്ത് നിന്ന്. മുഹമ്മദ് സലീം, ജെറിയുടെ അഭിപ്രായത്തിൽ അത്ര സാധാരണക്കാർക്ക് നേട്ടമല്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് കരുതി അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ഈ ഭൂനികുതിയൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ കർഷകർക്ക്, അത് ശരിയാണ്, കർഷകർക്കാണ് പൊതുവിൽ ഭൂമി കൂടുതലായിട്ടുള്ളത്. അവിടെ നിന്ന് വലിയ വരുമാനം പല കർഷകർക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കർഷകരടക്കം ഇനി നികുതി അധികമായി ഭൂമിയുടെ കരം അധികമായി നൽകേണ്ടിയും വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഞാനൊരു കൃഷിക്കാരൻ തന്നെയാണ്. ഞാൻ ഒരു കൃഷിക്കാരനാണ്. എന്ത് കൃഷിയാണുള്ളത്? കൃഷിയാണ്. പക്ഷെ ഇപ്പൊ ഈ ഭൂനികുതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചാണ് നമ്മളെ സ്റ്റേറ്റിലുള്ളത്, നേരത്തെ ഉള്ളത് തന്നെ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു അംശം കൂട്ടി അല്ലെങ്കിൽ അതിനൊരു വർധനവ് വരുത്തി പറഞ്ഞാൽ അതൊരു നമ്മൾക്ക് വേറെ ഏത് വിധത്തിലെ റവന്യൂ പിന്നെ വർദ്ധിപ്പിക്കാൻ പറ്റുക. നമ്മൾ അങ്ങനെയും കാണുന്നതിനെ അല്ല. അവിടെ ഈ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞതുപോലെ ആ പൈസ അത് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നതേ ഈ സർക്കാർ ജീവനക്കാർക്ക് വാരിക്കോരി ഇത്തവണ പദ്ധതികളുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പൊ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കേട്ടോ, ഞാൻ ഒരു അഭിപ്രായം, ഞാൻ ഒരു ചെറിയ എളിയ സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറയും. ഈ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നതൊന്നും ഈ നാട്ടിന് നഷ്ടമല്ല. ആ സ്ഥാനത്ത് നമ്മളിപ്പോ അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വിഭാഗം വന്നിട്ട് നമ്മളിവിടെ നന്നായിട്ട് അധ്വാനിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് അടിച്ചു പോകുന്നു. ഒരു മാസം നമ്മളുടെ ഈ കേരളത്തിലെ പൈസ എത്രയാണ് മറ്റു ഇതര സംസ്ഥാനത്ത് ഒഴുകി പോകുന്നത്? അത് തടയാൻ ഇവിടുത്തെ യൂത്ത്സിന്, അതായത് നമ്മൾ ആരും മര്യാദക്ക് 2 ദിവസം പണിയെടുത്താൽ 4 ദിവസം റെസ്റ്റാണ് നമ്മള്. ആരും മണ്ണിലിറങ്ങി പണിയെടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി പണിയെടുക്കാനോ ആരും തയ്യാറില്ല നമ്മളെ ചെറുപ്പക്കാര്. അതിനൊരു അവയർനെസ്സും അവർക്ക് വേണ്ടുന്ന ഇതാ വേണ്ടത്.
അല്ലാതെ അതിലിപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, നമുക്ക് അതിഥി തൊഴിലാളികളെ തടയാനൊന്നും സാധിക്കില്ല, അവർ ഇന്ത്യയുടെ ഭാഗമാണ്. മാത്രമല്ല നമ്മൾ എത്രയോ രാജ്യങ്ങളിൽ പോകുന്നു, നമ്മൾ ഈ മലയാളികൾ വിദേശത്തൊക്കെ പോയി അവിടുന്ന് പണം എത്തിക്കുന്നില്ല. അതെ, നമ്മൾ അല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, നമ്മൾ ഈ ഇവിടുത്തെ അധ്യാപകനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് എംപ്ലോയീസിനോ അല്ലെങ്കിൽ 10 രൂപ കൂട്ടി കൊടുത്ത് ആ പൈസ വേറെ എങ്ങോട്ടും പോകില്ല, അത് ഇവിടെ തന്നെ ചെലവഴിക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥാനത്ത് നമ്മളെ കാശ് നമ്മൾ അധ്വാനിക്കാതെ, നമ്മൾ ജോലി ചെയ്യാതെ, മര്യാദക്ക് ജോലി ചെയ്യാതെ എല്ലാറ്റിനും അതിഥികളെ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ട്, ശരി, അതായത് യുവാക്കളെ കൂടുതൽ തൊഴിൽ എടുക്കാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റണം. അങ്ങനെ കേരളത്തിന്റെ സമ്പത്ത് കേരളത്തിൽ തന്നെ വിക്രയം ചെയ്യപ്പെടണം. യെസ്, അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ലൂസി എന്നൊരു പ്രേക്ഷക ഉണ്ട്. ലൂസിയുടെ സ്ഥലം എനിക്ക് മനസ്സിലായില്ല കൃത്യമായി. ലൂസി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ലൂസി, ടെലിവിഷനിൽ വോളിയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഫോണിൽ ശ്രദ്ധിക്കുക. തോട്ടുമുക്കം. യെസ്, ബജറ്റ് എങ്ങനെയുണ്ട്? അഭിപ്രായം എന്താണ്? ബജറ്റ് വളരെ മോശം, വളരെ മോശം. ഞാൻ 80 വയസ്സായ ഒരു അമ്മയാണ്. ഞാനൊരു ആർട്ട് പേഷ്യന്റ് ആണ്. എനിക്ക് മരുന്ന് മേടിക്കുന്നത് ആ പൈസ കൊണ്ടാണ്. എന്റെ മകൻ ആർട്ട് പേഷ്യന്റ് ആണ്. ഞങ്ങൾ അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. വളരെ മോശം. ടിവിയിലൊക്കെ എഴുതി കാണിച്ചിരുന്നു പൈസ കൂട്ടും, ക്ഷേമ പെൻഷൻ കൂട്ടുന്നു. ഇന്ന് ബജറ്റിൽ അതിന്റെ യാതൊന്നും ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷൻ കൂട്ടില്ല എന്തായാലും. ഇപ്പോൾ ഉള്ളതും ഈ കുടിശ്ശികയൊക്കെ ഉള്ളത് വളരെ കൃത്യമായി നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും പെൻഷൻ കൂട്ടില്ല. 3 മാസത്തെ പെൻഷൻ ഇനിയും കിട്ടാൻ കിടക്കുവാണ്. അത് അവർക്ക് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും അവര് തരുന്നത്. ഞാൻ ആ പൈസ കൊടുത്ത് മരുന്ന് മേടിക്കുന്ന ഒരാളാ. എനിക്ക് 80 വയസ്സുള്ള ഒരു അമ്മയാ. അപ്പോൾ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ചു. ഇന്നലെ മിനിയാന്നെല്ലാം ടിവിയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു കിട്ടൂന്നുള്ളത്. അപ്പൊ ഇനി ഒരു 200 രൂപയാണെങ്കിലും കൂട്ടി കിട്ടി അത്രയായല്ലോ എന്ന് ഓർത്തായിരുന്നു. ഇപ്പൊ എഴുതി കാണിക്കുന്നു കൂട്ടിയിട്ടില്ല, 1600 തന്നെയുള്ളൂന്ന്. കാരണം ഞാനൊക്കെ അതുകൊണ്ട് മരുന്ന് മേടിക്കുന്ന ഒരാളാണ്. തീർച്ചയായും നേരത്തെ വളരെ നന്ദി. 80 വയസ്സുള്ള ആളാണ് എന്നാണ് പറഞ്ഞത്. ആ പ്രായത്തിലും ഈ ടെലിവിഷൻ കണ്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്, ഞങ്ങളോട് സംസാരിച്ചതിന് വലിയ നന്ദി. നേരത്തെ ഒരു പ്രേക്ഷകൻ സൂചിപ്പിച്ചിരുന്നു ഇതിൽ പലരും ഈ ക്ഷേമ പെൻഷനൊക്കെ ഉപയോഗിച്ച് മദ്യപിക്കുകയാണ് എന്ന്. പക്ഷേ ലൂസിയെ പോലെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് മരുന്ന് വാങ്ങാനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആ തുക വിനിയോഗിക്കുന്നവർ. അഹമ്മദ് ബാവ മലപ്പുറത്ത് നിന്നുണ്ട്. അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് ഈ ബജറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, അത് അറിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? നമസ്കാരം, പറയൂ. നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോ BJP-ക്കാർ ആ ബജറ്റ് നല്ലതാന്ന് പറഞ്ഞു. BJP-ക്കാര്. അതെ. പക്ഷേ ബാലഗോപാൽ സാറ് അവതരിപ്പിച്ചു. CPM-കാര് പോലും CPI-ക്കാര് പോലും ഈ ബജറ്റ് നല്ല ബജറ്റാന്ന് അഭിപ്രായപ്പെടില്ല. അതെന്താണ്? എല്ലാ മേഖലകളും തകർന്നു കിടക്കുകയും ഇവര് അവസാന മാസത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോ തോമസ് ഐസക് സാർ ഇന്നലെ ടോൾ പിരിവിനെ അനുകൂലിച്ച് സംസാരിച്ചു. ശ്രീ അഹമ്മദ് ബാവ, ക്ഷമിക്കണം, താങ്കൾ പറയുന്നത് വ്യക്തമല്ല, റേഞ്ചിന്റെ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഷമ്മി എന്നൊരു പ്രേക്ഷക ചിറയൻകീഴിൽ നിന്നാണ് വിളിക്കുന്നത്. ഷമ്മി, ഈ ബജറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ബജറ്റില് പറയൂ. നമ്മള് ലൈഫ് പദ്ധതിക്ക് അപേക്ഷിച്ചിരുന്നു. അതില് ബേസ്മെന്റ് കെട്ടിയിട്ടേക്കാണ്. ബാക്കി തുക കിട്ടിയില്ലേ? ഇല്ല, ബാക്കി കെട്ടിയില്ല. ആദ്യത്തത് കിട്ടി. അപ്പൊ പരിസരത്തൊക്കെ വീണ്ടും രണ്ടാമത് കൊടുത്തെന്ന് അറിവ് കിട്ടി. പക്ഷെ നമ്മൾ തിരക്കിയപ്പം വന്നില്ല എന്നാണ് പറയുന്ന. അപ്പൊ അത് നമുക്ക് 1 വർഷം സമയം എടുക്കുമെന്നാണ് പറയുന്നത്. സർക്കാർ പറയുന്നത് സർക്കാരിന് പല കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള പണമില്ല എന്നുള്ളതാണ്. ഈ ബജറ്റിലും പറയുന്നുണ്ട്. ഒന്ന്, കേന്ദ്രമടക്കം നൽകേണ്ട പണത്തിൽ വെട്ടി ചുരുക്കിയിരിക്കുന്നു. മറ്റ് നടത്തിപ്പുകൾക്ക് കടമെടുക്കാനുള്ള പരിധി കുറച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി പറയുമ്പോഴും മന്ത്രി പറയുന്നത് വരുമാനം വർദ്ധിച്ചു എന്നാണ്.
പക്ഷെ പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, ഹസ്ബൻഡ്, 2 മക്കള്. ഇപ്പൊ താമസിക്കുന്നതൊക്കെ എവിടെയാ? ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്. അപ്പൊ മോള് ഇനിയിപ്പോ ഹൈസ്കൂളാണ്. അപ്പൊ അവർക്ക് സുരക്ഷിതമായ ഒരു വീട് വേണം അല്ലേ? യെസ്, എന്തായാലും അതൊന്ന് പരിഗണിക്കണം. തീർച്ചയായും ഇത് ശ്രദ്ധയിൽപ്പെടുത്താം. തീർച്ചയായും വളരെ നന്ദി. ഷമിയെ പോലെയുള്ള ആളുകൾ, അതാണ് നമ്മൾ ഒരു ഭാഗത്ത് വികസനത്തെക്കുറിച്ച് അവകാശപ്പെടുന്നവർ ആണ്, പക്ഷേ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നൊരു അമ്മ ആഗ്രഹിക്കുന്ന നാടുകൂടിയാണ് നമ്മുടേത്. അവിടെയാണ് ഈ വികസനം ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തേണ്ടത്. അതിദരിദ്രർ ആയിട്ടുള്ളവർ ഇല്ലാത്ത ഒരു നാടായി കേരളം മാറുന്നു എന്ന് മുഖ്യമന്ത്രി കൂടി അവകാശപ്പെടുമ്പോൾ ദാരിദ്ര്യം മാത്രം മാറിയാൽ പോരാ, ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇടുക്കിയിൽ നിന്ന് മനേഷ് എന്ന പ്രേക്ഷകൻ ആണ് ചേരുന്നത്. മനേഷ്, മലയോര പ്രദേശങ്ങളൊക്കെയുള്ള ജില്ലയാണ്. റബ്ബർ കർഷകരൊക്കെ തൊടുപുഴ ഭാഗത്തും മൂലമറ്റം ഭാഗത്തുമൊക്കെ നിരവധിയായിട്ടുണ്ട്. ഈ റബ്ബറിന് അടക്കം താങ്ങുവിലയൊക്കെ വർദ്ധിപ്പിച്ചത് മാർക്കറ്റ് വിലയേക്കാൾ കുറവാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. കർഷകരെ ഗൗനിച്ചില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾ ഈ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ? തീർച്ചയായിട്ടും. എന്താണ് അഭിപ്രായം? കാർഷിക മേഖലയെ ആവശ്യമായ പരിഗണന ഈ ബഡ്ജറ്റ് നൽകിയിട്ടില്ല. പിന്നെ മാത്രമല്ല, സാധാരണക്കാർക്ക് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഒരു സഹോദരി സൂചിപ്പിച്ചു. അവരുടെ പ്രശ്നങ്ങളെ ആകെ ലൈഫ് മിഷനുകളിലെ പാവങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ. അവരെ ഒരു പരിഗണനയും ഗവൺമെന്റ് നൽകിയിട്ടില്ല. മാത്രമല്ല, നമ്മുടെ ചെത്തി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് റോഡിനെ നികുതി പിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അത് സാധാരണക്കാരെ ഏറെ വിഷമത്തിലാക്കുന്നുണ്ട്. അപ്പൊ ഏത് മേഖല എടുത്ത് പരിശോധിക്കപ്പെട്ടാലും വലിയ ദുരിതത്തിലോട്ട് സാധാരണക്കാരെ തള്ളിവിടുന്ന ഈ പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം, അതിന് നികുതി അടക്കമുള്ളവ ഏർപ്പെടുത്തണം. പക്ഷേ അത് ജനങ്ങൾക്ക് അധിക ഭാരം ആകരുത് എന്നുള്ളതാണ്. അവിടെയാണ് കിഫ്ബി റോഡിനൊക്കെ ടാക്സ് ഈടാക്കാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ നേരിടുന്ന സാഹചര്യവും ഉണ്ടാവും. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ ഉണ്ട് ഇപ്പോൾ. രാധാകൃഷ്ണൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? എങ്ങനെയുണ്ട് ബജറ്റ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് രാധാകൃഷ്ണൻ? ഞാൻ എറണാകുളം വൈറ്റിലാണ് സംസാരിക്കുന്നത്. വൈറ്റിലെയാണോ വീട്? വൈറ്റിലാണ് വീട്. നഗരഹൃദയത്തിലാണല്ലോ. ഈ ബഡ്ജറ്റിൽ ഇപ്പൊ പ്രഖ്യാപിച്ചേക്കണതിന് സാമ്പത്തികം കണ്ടെത്തണമല്ലോ. അതിനുവേണ്ടി ഇപ്പൊ ജനങ്ങളെ പിഴിഞ്ഞു കൊള്ളയടിക്കുന്നത്. കാരണം എല്ലാ വിധത്തിലും നികുതികൾ ഏർപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടി വരാൻ പോണേ, ഇവര് കാത്തിരിക്കണേന്ന്. കാരണം അത് എല്ലാവരും എടുക്കും, അതുമ്മ നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതിലെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടും, അതുപോലെ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, അത് മുടക്കൂലാതെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാനെങ്കിൽ ആ പൈസ എത്തും. ഇത് മുടക്കൂലാതെ മുടക്കി ഇത് കൂട്ടിയിട്ട് വെച്ചാൽ ആർക്ക് പ്രയോജനം? ഇതിങ്ങനെ പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കണുള്ളൂ. കാരണം ഈ ബാക്കി ഒന്നൊക്കെ നികുതി ആണെങ്കിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കണേ. ഓരോ ഇപ്പൊ ഭൂനികുതി കിട്ടാവുന്ന എല്ലാത്തിന്റെ നികുതി വെച്ച് വിലക്കയറ്റമാണെങ്കിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്ന സമയമാണ്. അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടായത്, കാരണം അതും പോയി ജനങ്ങൾക്ക്. ഇനി നാളെ മുതൽ ജനങ്ങൾ അടുത്ത ഈ ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണോ പറയുന്നത്? അതെ, ഏത് മേഖല എടുത്താലും ജനങ്ങൾക്കൊരു ഉപയോഗമില്ലാണ്ട് പോകണം. കാരണം ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഒരു കോർപ്പറേഷനിൽ ചെന്നതിന് എത്ര നികുതിയാണെന്നറിയോ? കെട്ടിടത്തിന്റെ തന്നെ. നമ്മളെ അത് തന്നെ പിഴിഞ്ഞുകൊണ്ട് ഒരാളെ ഒരു 5000 രൂപ പിഴിഞ്ഞിട്ടാണ് പാവപ്പെട്ടവന് ഒരു 1600 രൂപ കൊടുക്കാനില്ലാത്തത്. എന്നിട്ട് കൊട്ടിക്കൊഴിച്ചേക്കണേ. വൈറ്റിലയിൽ സ്വന്തമായി സ്ഥലമൊക്കെ ഉണ്ടോ? ഇല്ല, വാടകയാണ്. ശരി. അപ്പൊ പിന്നെ ഭൂനികുതി വർദ്ധിപ്പിച്ചത് ബാധിക്കില്ല അല്ലെ? അതേ ബാധിക്കില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും കാര്യം നഗരപ്രദേശങ്ങളിൽ ഭൂനികുതി പൊതുവെ കൂടുതലാണ്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂനികുതി കൂടുതലാണ്. അത് 50% വർദ്ധിക്കുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. എന്തായാലും നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും അത്ര അനുകൂലമല്ല ഈ ബജറ്റ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് നിന്ന് ജയ എന്ന പ്രേക്ഷകയുണ്ട്. ശ്രീമതി ജയ, താങ്കളുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല, പക്ഷേ ചിലരെങ്കിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കൊല്ലത്തിനും കണ്ണൂരിനും ഇത്തവണ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. കൊല്ലം മന്ത്രിയുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ ചിലർ വിമർശനം ഉന്നയിച്ചു.
ജയക്ക് എന്താണ് തോന്നുന്നത്? പറയൂ ജയ. കൊല്ലത്തിന് ഒരുപാട് വാരിക്കോരിയൊക്കെ തന്നു, പക്ഷെ പ്രവാസികളുടെ ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഈ ബഡ്ജറ്റില്. പിന്നെ ക്ഷേമ പെൻഷൻ എന്തിയെ അവര് പറഞ്ഞത് ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുന്നേ അത് കൊടുത്തു തീർക്കുമെന്ന്, അതില്ല. രാവിലെ മുതൽ എല്ലാ ചാനലിലും എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന്. എന്നിട്ട് കൂട്ടുമെന്ന് കാണിച്ചിട്ടുണ്ടാവില്ല, കൂട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. അതെ, കൂട്ടാൻ സാധ്യത. ഞങ്ങളെ പോലുള്ള ആൾക്കാർ അങ്ങനെ കൂട്ടുമെന്നല്ലേ അപ്പൊ അതിന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടോ ജയ? ഇല്ല ഇല്ല, അത് നമ്മള് കേട്ടോണ്ടിരിക്കുന്നത് പറയുമല്ലോ. ശരി ശരി. ഈ പ്രവാസികളെ കുറിച്ച് പറയാൻ കുടുംബത്തിൽ ആരെങ്കിലും വിദേശത്തുണ്ടോ? ഞാൻ 30 വർഷം ഗൾഫിൽ നിന്ന് 2 വർഷത്തിന് മുന്നേ നാട്ടിലെത്തിയ ആളാണ്. 30 വർഷം ഗൾഫിലായിരുന്നു? അതെ, എന്റെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങള് ഗൾഫിലായിരുന്നു എല്ലാരും. ഇപ്പൊ മകനും മരുമകളും മാത്രമേ ഉള്ളൂ അവിടെ. നമുക്ക് പ്രായമായതുകൊണ്ട് ഞാനൊരു കമ്പനിയിൽ HR മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് പ്രായമാകുമ്പോ നമുക്ക് വിസ അടിക്കാൻ പാടാണല്ലോ, അതുകൊണ്ട് പോരുന്നു. അപ്പൊ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോരുന്നു. പക്ഷെ പ്രവാസികളെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പ്രവാസികളെ കുറിച്ച് പരാമർശമില്ല എന്ന് ഒട്ടനവധി പേർ വിമർശിക്കുന്നുണ്ട്. കൃത്യമായി അതിന്റെ ഡേറ്റ നോക്കിയാൽ അറിയാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ചില പദ്ധതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല, ഞാനിത് തുടക്കം മുതലിരുന്ന് കേൾക്കുമായിരുന്നു, എന്തെങ്കിലും പറയുമോ. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല, ശ്രദ്ധിച്ചില്ല. ഓക്കെ, ശരി. വളരെ നന്ദി ജയ ഞങ്ങളോട് പ്രതികരിച്ചത്. വിജയൻ ഉണ്ട് കൊല്ലത്ത് നിന്ന്. നേരത്തെ ജയ എന്ന പ്രേക്ഷക കൊല്ലത്ത് നിന്നായിരുന്നു. ഞാൻ ജയയോട് ചോദിച്ചത് കൊല്ലത്തിന് വാരിക്കോരി എന്നൊരു വിമർശനമുണ്ടല്ലോ എന്നാണ്. പക്ഷെ ജയക്ക് പ്രയോജനമൊന്നുമില്ല എന്ന് ജയ പറയുന്നു. വിജയനും അങ്ങനെയാണോ? ഈ കൊല്ലത്തിന് ഇപ്പൊ കിട്ടിയെന്ന് വിചാരിച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല. കൊല്ലത്തിന് കൊല്ലത്തും കൊട്ടാരക്കരയും ഇതുണ്ടെന്ന് പറഞ്ഞു ഇവര് ഈ പറയുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കാനൊന്നും ഒക്കത്തില്ല. കാരണം കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ഞാൻ കോടതിയുടെ ഒരു ഇത് കണ്ട്, കോടതിയുടെ ഒരു ഫീസ് വർദ്ധിപ്പിച്ചു പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. നിങ്ങള് കൊടുക്കാനുള്ളത് ഹൈക്കോടതി പറയുന്നത് കേട്ട എവിടെയാ പിന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമല. അതെ അതെ അതെ, ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യ്. ഇവരിത്രയും നാൾ ഈ ആളുകളെ ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പറഞ്ഞ് അവിടുന്ന് തരുന്നില്ല. ഈ കേരളത്തിൽ അല്ല, പക്ഷെ ഈ ചൂരൽമല മുണ്ടക്കൈ പാക്കേജ് 750 കോടി അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം തന്നില്ല എങ്കിലും നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. 400 കോടി എങ്ങാണ്ട് കേന്ദ്രം കൊടുത്തതുണ്ട് അവരുടെ കൈ. അത് പൊതുവെ കേരളത്തിന്റെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതെടുത്ത് ധൈര്യമായിട്ട് എടുത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞില്ലേ. അവർക്കെന്താ അത് ചെയ്താൽ അവരെന്ത് ഈ ആളുകളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ജനങ്ങളെ അല്ലല്ല. ഇപ്പൊ ടാക്സ്, കറണ്ട് ചാർജ്, പിന്നെ ഇപ്പൊ ഭൂനികുതി, ഒരു വിജയനാണ് കൊല്ലത്ത് നിന്ന്. അതായത് പലതരത്തിൽ നികുതി ഈടാക്കുന്നു എന്നുള്ളതാണ്. നികുതി എന്നത് സർക്കാരിന് അനിവാര്യമാണ്. പക്ഷേ അതൊരു സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ അത് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് പൊതുവെ പ്രേക്ഷകർ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ സുരേഷ് ബാബു എന്ന പ്രേക്ഷകനുമുണ്ട്. സുരേഷ് ബാബു ഒട്ടനവധിയായ പ്രഖ്യാപനങ്ങൾ, നൂതന ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ കുടിശ്ശിക തീർക്കും എന്ന് പറയുന്നുണ്ട്. പുതിയ പ്രൊജക്ടുകൾ നിരവധി, ഹൈഡ്രജൻ ഉൽപ്പാദനം, ബയോ എത്തനോൾ നിർമ്മാണം, ഇങ്ങനെയൊക്കെയുള്ള പുതിയ ആശയങ്ങളും ഈ ബജറ്റിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് എത്രത്തോളമൊക്കെ പ്രാവർത്തികമാകുമെന്ന സംശയമൊക്കെ പ്രേക്ഷകർ പങ്കുവെച്ചു. താങ്കൾക്ക് എന്താണ് പങ്കുവെക്കാനുള്ളത്? ഞാൻ ബജറ്റ് കണ്ടില്ല, ബജറ്റ് ന്യൂസ് കണ്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അഭിപ്രായം പറയുക? ബജറ്റ് ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഹലോ, പറഞ്ഞോളൂ. കേരളത്തില് ദളിതന് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നല്ലേ? 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തില് ദളിതന് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഗുണമുള്ള കാര്യമുണ്ടോ? ഈ ദളിതർക്ക് പ്രത്യേകമായി എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നത് ഒന്നുകൂടിയൊക്കെ ബജറ്റിന്റെ പൂർണ്ണരൂപം പരിശോധിക്കണം. പക്ഷെ എല്ലാവരേക്കും നേട്ടമുണ്ടാകുന്നത് സ്വാഭാവികമായും അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ സമൂഹം. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇന്ത്യയുടെ അച്ചുതണ്ട് തന്നെ ദളിതരാണ്. 80% ദളിതരാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഇപ്പോ ഒരു
മോശമായ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു ഗുണവും കിട്ടുന്നില്ല. ശരി, എന്തായാലും 80% എന്ന ഡേറ്റ തെറ്റാണ് എന്ന് തോന്നുന്നു. തെറ്റാണോ? 80% ദളിതർ ഇല്ല നമ്മുടെ രാജ്യത്ത്. ഇല്ല, 65 ഉണ്ടോ? അതെനിക്ക് ഡേറ്റ കൃത്യമായി അറിയില്ല. അത് ജാതി സെൻസസ് ഒക്കെ നടന്നാലാണ് അറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടേ പറയാൻ സാധിക്കുള്ളൂ. കാരണം മറ്റ് ജാതി മതവിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെയും ഈ ദളിത് വിഭാഗം എന്ന് പറയുന്നത് ഞാൻ ആ നിലയിലുള്ള കണക്കാണ് പറഞ്ഞത്. എനിവേ ഞാൻ പറഞ്ഞത് യെസ്, എന്തായാലും ബജറ്റിൽ അങ്ങനെ പ്രത്യേകമായി പദ്ധതി ഉണ്ടോ എന്നത് ഒരിക്കൽ കൂടി പരിശോധിക്കണം. കാരണം പൂർണ്ണമായും നമുക്കില്ല എന്നോ ഉണ്ടോ എന്നോ പറയണമെങ്കിൽ ആ ബജറ്റിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കണം. ബജറ്റ് പ്രസംഗത്തിൽ പൂർണ്ണമായ പ്രസംഗമല്ല നടത്തുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ദളിതർക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകളോ പദ്ധതികളോ ഉണ്ടോ എന്നത്. അത് പ്രഖ്യാപനത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, അത് എനിക്ക് വിട്ടുപോയതാണോ എന്നതും ഉറപ്പില്ല. വളരെ നന്ദി എന്തായാലും പ്രതികരിച്ചതിന്. ഇപ്പോൾ സുരേന്ദ്രൻ എന്ന പ്രേക്ഷകൻ കഴക്കൂട്ടത്ത് നിന്നാണ് സംസാരിക്കുന്നത്. സുരേന്ദ്രൻ, ഈ തിരുവനന്തപുരത്ത് മെട്രോയുടെ നിർമ്മാണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? ടെലിവിഷന്റെ വോളിയം താഴ്ത്തിയ ശേഷം സംസാരിക്കാമോ? ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കും. സുരേന്ദ്രൻ പറഞ്ഞോളൂ. യെസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല. ഇപ്പോൾ നാരായണൻ എന്ന മറ്റൊരു പ്രേക്ഷകനുണ്ട്. അദ്ദേഹം മണ്ണാർക്കാട്, പാലക്കാട് ആണ്. ശ്രീ നാരായണൻ പാലക്കാട് നിന്നാണോ? യെസ്, അദ്ദേഹവും ഇല്ല. കോട്ടയത്ത് നിന്ന് വർഗീസ് എന്നൊരു പ്രേക്ഷകരുണ്ട്. വർഗീസ്, കോട്ടയത്തും ഈ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കർഷകരൊക്കെയുള്ള പ്രദേശമാണ്. ഈ റബ്ബറിന്റെ താങ്ങുവിലയടക്കം വർദ്ധിപ്പിച്ചതൊന്നും പോരാ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പൊതുവെ എങ്ങനെയാണ് ഈ ബജറ്റിനെ താങ്കൾ കാണുന്നത്? ഞാൻ അതിനെപ്പറ്റി പറയാനല്ല സാറേ വിളിച്ചേ. താങ്കളുടെ അഭിപ്രായം പറഞ്ഞുകൊള്ളൂ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് നട്ടലിന് ആക്സിഡന്റ് പറ്റി നട്ടല് കംപ്ലൈന്റ് ആയിട്ട് കിടപ്പ് വാഹനാപകടമായിരുന്നോ? വാഹനാപകടമല്ല, ഒരു പണിക്കിടയുണ്ടായ തൊഴിലെടുക്കുന്നതിനിടയുണ്ടായ ഒരു അപകടമായിരുന്നു. പക്ഷെ അതിനെ അന്ന് നോക്കുമ്പോ നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് എനിക്ക് അവളെ ശുശ്രൂഷിക്കുന്നതിൻ്റെതായിട്ട് 620 രൂപ വെച്ച് അനുവദിച്ചിരുന്നു ഈ ആശ്വാസകിരണം പദ്ധതി പ്രകാരം. അതിപ്പോ ചുരുങ്ങി 600 കിട്ടി. അതിപ്പം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 2021 വരെയുള്ളതാ കിട്ടിയത്. ഒരു മാസം ആകുമ്പോഴേ കിട്ടുന്ന 600 രൂപയാണ്. പല പ്രാവശ്യവും പല ദിവസങ്ങളിൽ എനിക്ക് പണിക്ക് പോകാൻ സാധിക്കില്ല. കാരണം ബൈക്കിൽ നിന്ന് പോകുന്നതോ മലമൂത്ര വിസർജനം പോലും തിരിച്ചറിയാൻ മേലാത്ത വ്യക്തിയാ എന്റെ ഭാര്യ. ഇപ്പം 12 വർഷം, ഇപ്പം 46 വയസ്സായി ഭാര്യക്ക്. എനിക്ക് 54 വയസ്സുള്ള വ്യക്തിയാണ് ഞാന്. അതിന്റെ ഇതും കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ പണിക്ക് പോകും. എന്നാലും ഈ കിട്ടാനുള്ള 600 രൂപ എന്ന് പറഞ്ഞാൽ 2021 വരെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവരോട് ചോദിക്കുമ്പോ ഇപ്പൊ അയക്കും അതിന്റെ ബജറ്റ് ആയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പല പ്രാവശ്യം വിളിക്കുമ്പോ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ രേഖകൾ അവർക്ക് ഹാജരാക്കാൻ പറയും. 1 മാസത്തെ ആയിരിക്കും ചിലപ്പോൾ വരിക, ചിലപ്പോൾ 1 വർഷം കൂടിയിട്ട് 1 മാസത്തെ അല്ലെ 2 മാസത്തെ ആയിരിക്കും വരിക, അല്ലെ 3 മാസം. അത്ര 21 വരെ കഷ്ടിയുള്ള പൈസയാണ് കിട്ടിക്കുന്നത്. അതുപോലും തരാനില്ലാത്ത ഇവര് ഈ ബജറ്റുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് എന്ത് സാറേ കാര്യം? യെസ്, എന്തായാലും വ്യക്തമാണ് താങ്കളുടെ ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പല തരത്തിലുമുള്ള ഇത്തരം പെൻഷനുകൾ, മറ്റ് ആശ്വാസ പദ്ധതികൾക്ക് ലഭിക്കേണ്ട തുകകൾ മുടങ്ങുന്നു എന്നുള്ളത് വ്യാപകമായൊരു പരാതി തന്നെയാണ്. അതിനിടെ ക്ഷേമ പെൻഷനും വൈകിയാണ് ലഭിക്കുന്നത് എന്ന ആക്ഷേപമൊക്കെയുണ്ട്. അതിനിടയിലാണ് ഈ ബജറ്റ്. പക്ഷേ മന്ത്രി പറഞ്ഞത് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി നൽകും എന്നുള്ളതാണ്. പക്ഷേ മറ്റ് പെൻഷനുകളോ അല്ലെങ്കിൽ ഇത്തരം ധനസഹായങ്ങളെയൊക്കെ സംബന്ധിച്ചും ഈ കുടിശ്ശിക എന്നത് അവസാനിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിന് കൃത്യമായ ഒരു മുൻഗണന നൽകിയ സർക്കാർ ഇതുകൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഭവന വാഹന പേഴ്സണൽ ലോണുകളുടെ പലിശ കുറയും. റിപ്പോ നിരക്ക് 4% കുറച്ച് റിസർവ് ബാങ്ക്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് 5 വർഷത്തിന് ശേഷം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത.
സാമ്പത്തിക ഞെരുക്കം കടന്നെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാനേറെ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. ഭൂനികുതി 50% കൂട്ടി. 20 വർഷത്തിന് ശേഷം കോടതി ഫീസുകളും വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും നികുതി കൂടും. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറച്ചു. വയനാട് ചൂരൽമല പുനരധിവാസത്തിന് 700 കോടി. ടൂറിസം മേഖലയ്ക്ക് വമ്പൻ പദ്ധതികൾ. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിൽ ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാൻ കെ ഹോം. ആരോഗ്യ ടൂറിസം ഹബ്ബായി കേരളത്തെ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ഈ ബജറ്റിനെ സംബന്ധിച്ച അഭിപ്രായം എന്നാണ് ന്യൂസ് 18 പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രേക്ഷകർ ഇതിനോടകം തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് ഷീബ എന്നൊരു പ്രേക്ഷകയാണുള്ളത്. ഷീബ, ഈ ബജറ്റിന്റെ വിശദാംശങ്ങൾ ഒക്കെ അറിഞ്ഞിരുന്നോ? എങ്ങനെയുണ്ട് ഈ ബജറ്റ് പൊതുവെ നോക്കുമ്പോൾ? പൊതുവെ നോക്കുമ്പോൾ ലൈഫ് പദ്ധതിയിൽ എഴുതി കൊടുത്തതാണോ ചോദിക്കണേ? ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നോ ഷീബ? 17 എന്റെ പേര് ഷീബ. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ പിന്നെ ആമവാദവും ഹാർട്ടിനും പിന്നെ കുറെ 100 കൂട്ടം അസുഖങ്ങളും ആയിട്ടിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡും സുഖമില്ലാണ്ടിരിക്കുകയാണ്. പണിക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ 2017 തൊട്ടിട്ട് അപേക്ഷിച്ചു തുടങ്ങിയതാ. ഓരോ കാരണങ്ങളും പറഞ്ഞ് ഇങ്ങനെ തള്ളും. അതില് എനിക്കൊരു പൂർണ്ണ വിശ്വാസമില്ല അത് കിട്ടുന്നു. ഇത്രയും കൊല്ലായി, 24 കൊല്ലായി ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കണു. അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ല. സ്വന്തമായി സ്ഥലവുമില്ല. ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുറെ ബുദ്ധിമുട്ട്. മരുന്ന് തന്നെ മേടിക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ എന്റെ ഒരു അമ്മായിയുടെ മോനാണ് എനിക്ക് ഈ നമ്പർ തന്നെ. ഒന്ന് വിളിക്ക് ഷീബ, എനിക്ക് ആകെ കിടന്ന് കഷ്ടപ്പെടില്ലേന്ന്. അപ്പോഴാണ് ഞാനിത് വിളിച്ചത്. തീർച്ചയായും. എന്തായാലും ഈ വനിതകൾ അധികം വിളിച്ചവരും ലൈഫ് പദ്ധതിയെക്കുറിച്ച്, അതിൽ തങ്ങൾക്ക് വീട് ലഭിക്കുന്നില്ല, പെൺമക്കളുടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇന്ന് ഈ ബജറ്റിന് ശേഷം സംസാരിച്ചത്. അതിൽ ഷീബയുടെ പ്രതികരണവും ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ പദ്ധതി മുടങ്ങുന്നു. സർക്കാർ കാര്യക്ഷമമായി ഇടപെടേണ്ട ആവശ്യകത തന്നെയാണ് ഉള്ളത്. അത് അധികൃതർ ശ്രദ്ധിക്കും എന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വളരെ നന്ദി ഷീബ പ്രതികരിച്ചതിന്. തങ്കച്ചനുണ്ട് കോട്ടയത്ത് നിന്ന്. തങ്കച്ചൻ, ബജറ്റുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ ഉണ്ട്. ബജറ്റ് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നില്ല എന്ന് നിരീക്ഷിക്കുന്നവർ ഉണ്ട്. സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നികുതി വർദ്ധിപ്പിച്ചല്ലേ മതിയാകൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിന് വലിയ വിമർശനവുമുണ്ട്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? നമസ്കാരം സാർ. നമസ്കാരം, പറയൂ. എനിക്ക് പറയണം സാറേ എന്ന് വെച്ചാൽ ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. റബ്ബർ മേഖലയ്ക്ക് ഈ ധനകാര്യ വകുപ്പിൽ ഒന്നും ചെയ്തിട്ടില്ല. ടാപ്പിംഗ് തൊഴിലാളികളെ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. മുതലാകുന്നില്ല അല്ലെ? കോട്ടയം ജില്ലയിലാണ് കാരപ്പള്ളി താലൂക്കാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഇപ്പൊ റബ്ബറുകൾ വെട്ടിക്കളയാണ്. കാരണം എന്താ വെച്ചാൽ റബ്ബറിന് വിലയില്ല. അല്ല, ഈ റബ്ബർ വിറ്റാൽ അത് ഷീറ്റായോ ഒട്ടുപാലായോ ഒക്കെ വിറ്റാൽ പോലും ഈ പണിക്കൂലി കൊടുക്കാനില്ല എന്നാണ് ഈ റബ്ബർ കർഷകർ പറയുന്നത്. അതല്ല സാറേ എന്റെ പ്രശ്നം. കാരണം ഈ റബ്ബറിന് വിലയുണ്ടെങ്കിൽ ഇത് സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഇതിന് വില കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വരികയില്ലേ. അപ്പൊ അങ്ങനെ ഇത് സർക്കാർ ചെയ്യുന്നില്ല. സർക്കാർ ചെയ്യുന്നത് അവരവരുടെ കാര്യങ്ങൾ നോക്കി മാത്രമാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ നിലപാടിനെ ഉറപ്പിച്ചാണ് സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ശരിക്കും നല്ലൊരു വരുമാനമുള്ളത് റബ്ബറാണ്. അതെ. പിന്നെ അതുപോലെ തന്നെയാണ് ദളിതർക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഈ ബഡ്ജറ്റിൽ. അതുപോലെ തന്നെ മറ്റു തൊഴിലാളികൾക്ക് ഉള്ള പെൻഷനുകൾ വല്ലതും കൂട്ടിയിട്ടുണ്ടോ? ഇതൊന്നും കൂട്ടില്ല. സർക്കാരിന്റെ മാത്രം ഒരു ബഡ്ജറ്റ്. കാരണം താൽക്കാലിക ഒരു ബഡ്ജറ്റ് മാത്രം. ശരി ശരി. അല്ലാതെ മറ്റൊന്നും നമ്മൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജനപ്രദമായ ഒരു ബഡ്ജറ്റും ഈ സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് മാർക്കറ്റ് വിലയ്ക്കൊപ്പം നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്
തീർച്ചയായും നിരവധി തൊഴിൽ കുറഞ്ഞു പോവാണ്. അതറിയാം, എനിക്കറിയാം. അപ്പൊ ഞങ്ങൾക്കിപ്പോൾ തൊഴിൽ കുറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ആ ജീവിതത്തെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മറ്റൊരു പണി, വേറെ പണികൾ കുറവല്ലേ ഈ നാട്ടില്, ഒരു സ്ഥിരമായ തൊഴിലല്ലേ ഇതൊക്കെ. തീർച്ചയായും തങ്കച്ചൻ പറയുന്നത് മനസ്സിലാവും. ഞാൻ എറണാകുളം ജില്ലയിലുള്ള ആളാണ്, എങ്കിലും കോട്ടയം അതിർത്തിയാണ്, പിറവമാണ്. അവിടെയും ചെറിയ തോതിലൊക്കെ റബ്ബറുണ്ട്. പക്ഷെ റബ്ബർ വെട്ടാൻ ആളെ കിട്ടാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. സാറ് കിട്ടാൻ കൂലി പ്രശ്നം കൂലി. അതെ, അതുകൊണ്ടാണ്, അതായത് കൂലി മുതലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റബ്ബറിനൊരു നിശ്ചിത വിലയുണ്ടെങ്കിൽ മാത്രമേ അത് ലാഭകരമായി പോകൂ, പണിക്കൂലി താരതമ്യം ചെയ്യുമ്പോൾ. മാത്രവുമല്ല റബ്ബറിന് പരിപാലനം കർഷകർക്കറിയാം. സാധാരണ ഒരു മരം എന്ന നിലയിലൊക്കെ നിൽക്കും, പട്ടമരപ്പ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിനെ ഷെയ്ഡ് ഇടേണ്ടതായി വരും, മഴക്കാലത്ത് മറ്റു വളപ്രയോഗം നടത്തേണ്ടതായി വരും. ഇതിനെല്ലാം തുക കണ്ടെത്തണം. ഇതിന്റെ കൂടെയാണ് പിന്നീട് ഈ വെട്ടുകാരന് തുക നൽകേണ്ടത്. അപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. 10 വർഷം മുമ്പ് 240-250 രൂപ റബ്ബറിന് വിലയുണ്ടായിരുന്നല്ലോ. അതെ, അന്നത്തെ പണത്തിന്റെ മൂല്യം അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ കുറവാണ്, വ്യക്തമാണ്. ഞാൻ മറ്റു പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. സുരേന്ദ്രൻ ഉണ്ട് ബാലുശ്ശേരിയിൽ നിന്ന്. സുരേന്ദ്രൻ, കണ്ണൂർ ജില്ലയ്ക്കടക്കം നല്ല പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പൊതുവെ മലബാർ ഭാഗത്തിനും നേട്ടമാണോ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ ബജറ്റ്? മലബാർ ഭാഗത്തിന് കാര്യമായ നേട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഒരു മെട്രോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അതോടൊപ്പം കോഴിക്കോട് തീർത്തും നമുക്ക് അത് സാധാരണമാണ്. അതേ സ്ഥാനത്ത് എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. പറഞ്ഞോളൂ. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്ന് എല്ലാ കാലത്തും പറയും. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നികുതി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല വഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നത് നാട്ടിന് പുറത്തു പോലും നഗരപ്രദേശങ്ങളിൽ പോലും കാട്ട് മൃഗങ്ങളുടെ ശല്യമാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലം ഒരു കാട്ടുപന്നിയെ കാണാൻ നമ്മൾ മലയോരങ്ങളിലോ വനപ്രദേശത്തോ പോയിട്ട് ഇന്ന് നമ്മളെ ചുറ്റും കാട്ടുപന്നി ഉയരുകയാണ്. അതോടൊപ്പം തന്നെ മുള്ളമ്പന്നി. ഇതൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താമെന്ന് വന്നാൽ ഇപ്പൊ മയിലിന്റെ ശല്യം, ചിലയിടങ്ങളിൽ കുരങ്ങ് വ്യാപകമായി ഇറങ്ങുന്നുണ്ട്, കുരങ്ങുണ്ട്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ അതിനെങ്ങനെ കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ കഴിയും, അതിന് സർക്കാർ എന്തെങ്കിലും സംവിധാനം ചെയ്യണം. രണ്ടാമത്തത്, നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ 100-150 കിലോമീറ്റർ ഒക്കെ പോയിട്ടാണ് അവര് നിത്യ തൊഴിലെടുക്കാൻ പോകുന്നത്. കാരണം ഈ നാട്ടിലൊന്നും പണിയില്ല. പണി എടുപ്പിക്കാൻ ആകെ കൺസ്ട്രക്ഷൻ മേഖലയാണത്. അത് ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കാലങ്ങളായിട്ട് അവർക്കുള്ള DA അതേപോലെ തന്നെ ലീവ് സർവർ ഇതൊക്കെ ലഭിക്കുമ്പോഴാണ് അവർ പുതിയ ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും KSHയിൽ കുറുക്കി ചേരുക. ആ രൂപത്തിലൊക്കെ അവർ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണ് അവർ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തരാം. അപ്പൊ നാട്ടിൻ പുറത്തൊക്കെ പണി ഉണ്ടാവുമായിരുന്നു. ഇന്ന് അതില്ലാതെ ആളുകൾ ബുദ്ധിമുട്ട്. അപ്പൊ സർക്കാർ ശരിക്ക് ദീർഘവീക്ഷണത്തെ കാര്യങ്ങളെ പഠിച്ച് ചെയ്യണമെന്നാണ് എനിക്ക് നിർത്തുക. അതേസമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ചെയ്തിരിക്കുന്ന. അതെ, മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ പുതിയ ബയോളജിക്കൽ പാർക്കിന് 5 കോടി അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഞാൻ 2 പ്രേക്ഷകർ കൂടി തുടരുന്നുണ്ട്, അതുകൊണ്ടാണ് ദയവായി ക്ഷമിക്കുക. ഇനി സമയപരിമിതിയുണ്ട്. താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ഏലിയാസ് ഉണ്ട് എറണാകുളത്ത് നിന്ന്. ഏലിയാസ്, എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? എങ്ങനെയുണ്ടായിരുന്നു ബജറ്റ്? അടിപൊളി ബജറ്റ് അല്ലേ? പറഞ്ഞതൊക്കെ കിട്ടിയാൽ മതി. പറഞ്ഞത് സാറ് വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഈ പെൻഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ക്ഷേമ പെൻഷൻ പറയൂ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡില് 1995 അംഗത്വം എടുത്ത ആള് 2018 ഞാൻ പിരിഞ്ഞു. ഇപ്പോൾ പിന്നെ പെൻഷൻ കിട്ടാനുള്ളത് 18 മാസത്തെ ഉണ്ട്. അതിൽ 1 രൂപ പോലും ക്ഷേമനിധി ബോർഡിന് ഈ സർക്കാർ ബജറ്റിൽ വെച്ചിട്ടില്ല. 18 മാസം കുടിശ്ശിക കിട്ടാറുണ്ട്. 18 മാസം, 1-2 മാസമല്ല, 18 മാസം. വലിയ ബുദ്ധിമുട്ടാണ്. എന്തോ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ മുട്ട്. നമുക്ക് അന്നത്തെ കാലത്ത് 20 രൂപ വെച്ച് മാസം അങ്ങോട്ട് അടച്ച പൈസകളാണ് ക്ഷേമനിധിയിലേക്കല്ലേ? ക്ഷേമനിധിയിലേക്ക് ഈ 18 മാസമായത്. ഇന്ന് ഞാൻ തിരുവനന്തപുരം ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഫണ്ട് വന്നിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കണം, വേറെ ഒന്നുമില്ല സാറേ. ഈ 14 ജില്ലയിലും ക്ഷേമനിധി ബോർഡുണ്ട്. ഇതിൽ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ 18 മാസത്തും ഇവർക്ക് ശമ്പളം കൊടുക്കാണ്ട് ഞങ്ങളുടെ പേരിലാണ് ഇവരെ വെച്ചിരിക്കുന്നത്. ഇവർക്ക് ശമ്പളം കിട്ടാണ്ട് ഇവര് ജോലി ചെയ്യും. ശരിയാണത്.
ഞങ്ങളുടെ പേരിൽ അവര് ശമ്പളം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയാലും കുഴപ്പമില്ല. ഈ ഉദ്യോഗസ്ഥര് അവർക്ക് എന്തായാലും പൈസ കിട്ടുമല്ലോ, മാസം മാസം കിട്ടില്ല. അത് അവരുടെ പ്രശ്നമല്ല. അത് ഉദ്യോഗസ്ഥർക്ക് സ്വന്തമായി പൈസ ഇടാൻ പറ്റില്ല, സർക്കാരിന്റെ ഫണ്ടാണ് വിനിയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ പോലെ ശമ്പളമില്ലാതെ ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. പെൻഷനും വളരെ അത്യാവശ്യമാണ്. താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇങ്ങനെ പല ക്ഷേമനിധികളും മുടങ്ങിക്കിടക്കുന്നു കാലങ്ങളായി എന്നുള്ള പരാതി വ്യാപകമാണ്. ഷമീർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷമീർ, സമയപരിമിതിയുണ്ട്, വളരെ പെട്ടെന്ന് എന്താണ് ബജറ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ബജറ്റ് ഏകദേശം ഒരു 70% നല്ല ബജറ്റാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മളെ ഈഡൻ സ്കൂളുകളിലേക്ക് യൂണിഫോമിന്റെ എമൗണ്ട് ഏകദേശം ഒരു 4 വർഷം പെൻഡിങ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈഡൻ സ്കൂളുകളിൽ യൂണിഫോമിന്റെ പൈസയാണ് അവർ സർക്കാർ നൽകുന്നത്. ഇത്തവണ സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് വേണ്ടി കൃത്യമായ കണക്കറിയില്ല എങ്കിലും കുറച്ച് ചെലവഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈഡൻ സ്കൂളുകൾക്കാണോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം അവർക്ക് എല്ലാ കാറ്റഗറിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? സാധ്യത ഉണ്ട്, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം 3-4 വർഷം കൊണ്ട് അത് പെൻഡിങ് ആണ്. അപ്പോ അത് ചിലപ്പോ ശരിയാവായിരിക്കും. അതുപോലെ ഈ റബ്ബർ കർഷകർ, പ്രത്യേകിച്ച് ആ മേഖല നമുക്കറിയാലോ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാവണം. എന്തായാലും ഇതിന്റെ ഈ താങ്ങുവില വർദ്ധിപ്പിച്ചുവെങ്കിലും പ്രത്യേക പാക്കേജ് ഉണ്ടോ എന്നത് ഒരിക്കൽ കൂടി പരിശോധിക്കണം. വളരെ നന്ദി. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് സമ്മിശ്രമായ പ്രതികരണമാണ്. പക്ഷേ അധികം പ്രേക്ഷകരും പരാതിയും പരിഭവങ്ങളും ഒക്കെയാണ് പങ്കുവച്ചത്. ബജറ്റിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഭവ്യ പാർവതി ചേരും. നമസ്കാരം. ഭവനവാഹന പേഴ്സണൽ ലോണുകളുടെ പലിശ കുറയും. റിപ്പോ നിരക്ക് 4% കുറച്ച് റിസർവ് ബാങ്ക്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് 5 വർഷത്തിന് ശേഷം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷവാർത്ത. സാമ്പത്തിക ഞെരുക്കം കടന്നെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാനേറെ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ. ഡി എ കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. ഭൂനികുതി 50% കൂട്ടി. 20 വർഷത്തിന് ശേഷം കോടതി ഫീസുകളും വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും നികുതി കൂടും. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറച്ചു. വയനാട് ചൂരൽമല പുനരധിവാസത്തിന് 700 കോടി. ടൂറിസം മേഖലയ്ക്ക് വമ്പൻ പദ്ധതികൾ. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിൽ ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാൻ കെ ഹോം. ആരോഗ്യ ടൂറിസം ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പ്രഖ്യാപനം. കാരുണ്യ പദ്ധതിക്ക് 700 കോടി അധികം വകയിരുത്തി. വന്യജീവി ആക്രമണം ചെറുക്കാൻ പ്രത്യേക പാക്കേജും ബജറ്റിൽ. പശ്ചാത്തല IT AI വികസനത്തിന് വലിയ പദ്ധതികൾ. പുനർനിർമ്മിച്ച ദേശീയപാത അടുത്ത വർഷം അവസാനം തുറന്നുകൊടുക്കും. PWD റോഡുകൾക്കും പാലങ്ങൾക്കും 3061 കോടി. തിരുവനന്തപുരത്ത് AI ഹബ്ബാക്കും. ഗ്രാമീണ IT മേഖലയ്ക്ക് പ്രോത്സാഹനം. കൂടുതൽ IT പാർക്കുകൾ. തെക്കൻ കേരളത്തിൽ കപ്പൽശാലയ്ക്കായി കേന്ദ്രവുമായി ചർച്ച നടത്തും.